ഹായ് ഫ്രണ്ട്സ്. ഇന്ന് വി എഫ് ഐയുടെ രണ്ടാമത്തെ ഭാഗം, അതായത് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായിട്ട് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിലെന്തില്ല, ആൻസർ ഇല്ല, എല്ലാം ശരിയായിട്ടുള്ളതാണ്, ശരിയല്ലാത്തതല്ല ചോദിച്ചത്, എല്ലാം ശരിയാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ 12 മുതൽ 12ാമത്തെ ക്വസ്റ്റ്യൻ കരസേന വിജയദുർഗ്. ഇത് ഒരു കറണ്ട് അഫെയർ, ശരിക്കും കറണ്ട് അഫെയറിന് വരുന്ന ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് അത് നോക്കുന്നില്ല. 13 കുറച്ചൊരു റെയർ ക്വസ്റ്റ്യൻ തന്നെ. നിതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളൊന്നും അത്രയൊന്നും മുമ്പ് എന്തിട്ടില്ല, ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ നിതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ റാങ്ക് ഫയലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം എല്ലാ റാങ്ക് ഫയലുകളുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ആയിട്ട് ഇതേ രീതിയിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 15ഉം ഒത്തിരിയോ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. നിങ്ങൾക്കിത് ഏകദേശം ക്വസ്റ്റ്യൻസ് പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ പരിചയം ഉണ്ടാവും. ചാണക്യനും അർത്ഥശാസ്ത്രവും ട്രസ്റ്റിഷിപ്പും ഒക്കെ പരിചയം ഉണ്ടാവും. 16ാമത്തത് കറണ്ട് അഫെയർ ആണ്, ഞാൻ അതിൽ കാര്യം പറയുന്നില്ല. പിന്നെ 17 SCRT 7ാം ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, മൂലധനം അതിനെപ്പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ ധനകാര്യ വകുപ്പ്. ഇത് ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരു ലിസ്റ്റൊന്നും ചെയ്തിട്ടില്ല, മുമ്പ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 19ാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്, പക്ക പ്രീവിയസ് ആണ്, ഒത്തിരിയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് 19. 20ഉം ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും, കാരണം ഓപ്ഷൻസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മുമ്പ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻ, 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നത് ഒരു 6 ക്വസ്റ്റ്യൻസും ഏകദേശം എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്താ, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ഒന്നുമില്ല, കേരള ജോഗ്രഫി എന്ന കറക്റ്റ് ഭാഗമാണ് പറയുന്നത്. ജലവൈദ്യുത പദ്ധതികളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി പത്തനംതിട്ടയിലാണ്. ഷോളയാർ തൃശ്ശൂരാണ്. കല്ലട കൊല്ലമാണ്. ഓക്കെ, എല്ലാം ശരിയാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ട ഒരു ഒരു ഭാഗം കൂടിയാണ്. അതായത് ജലവൈദ്യുത പദ്ധതികൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ജലവൈദ്യുത പദ്ധതി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഫസ്റ്റിലത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഫസ്റ്റിലത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേട്ടോ, മുതിരപ്പുഴയിൽ. അത് ഏത് പുഴയാണെന്ന് ചോദിക്കാറുണ്ട്. മുതിരപ്പുഴയിലാണ് ഏത്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത്. അതേപോലെ അത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 1940-ലാണ്. ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ കേട്ടോ, പള്ളിവാസൽ, 40, ഇടുക്കി, മുതിരപ്പുഴ, ക്ലിയർ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്തിച്ചോളാം. ഇനി സ്ഥിരമായിട്ട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും അതേപോലെ ഏറ്റവും വലിയതും. അപ്പോൾ ആദ്യത്തെ ഏതാ, ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഓക്കെ, പത്തനംതിട്ട ജില്ലയിലാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ, സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ ആദ്യം അവരെന്തായിരിക്കും എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത്, മണിയായിരിക്കും. അതങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. ഫസ്റ്റ് മണി എന്നുള്ളൊരു ആശയമാണ് സ്വകാര്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലുതാണ്, സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലുത് കുത്തുങ്കലാണ്. കുത്തുങ്കൽ വരുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. കുത്തുങ്കൽ ഏറ്റവും വലുത്, കുത്തുങ്കൽ സ്വകാര്യ മേഖലയിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? വിജയ് ദുർഗ് എന്ന് മാറ്റിയ ഫോർട്ട് വില്യം വരുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലുള്ള കൊൽക്കത്തയിലാണ് ഈ ഒരു ഫോർട്ട് വരുന്നത്. ഈ കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കൊൽക്കത്തക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. കൊൽക്കത്തയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്നാമത് വെസ്റ്റ് ബംഗാളിന് തന്നെ പ്രാധാന്യമുണ്ട്, കാരണം രവീന്ദ്രനാഥ ടാഗോർ അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ടായിരുന്നു, മുൻകാല നവോത്ഥാന നായകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള പ്രത്യേകത കൽക്കത്തക്ക് ഉണ്ട്. അതേപോലെ കൊൽക്കത്ത അറിയപ്പെടുന്ന ചില ഒരു അപരനാമങ്ങളുണ്ട്. സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അതേപോലെ ശാസ്ത്ര നഗരം, സയൻസ് സിറ്റി കേട്ടോ. ശാസ്ത്ര നഗരം എന്ന് പറയുന്നത്, സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഇനി കൊൽക്കത്തയിൽ ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ട്, ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല.
ഇമ്പോർട്ടൻ്റ് ആണ്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇനി കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കൊൽക്കത്തയാണ്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കൊൽക്കത്തയാണ്. അപ്പോൾ കൊൽക്കത്തയായിട്ട് ബന്ധപ്പെട്ട 4 അപരനാമങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക, പിന്നെ എന്താ സിറ്റി ഓഫ് ജോയും, അതേപോലെ എന്താണ് ശാസ്ത്ര നഗരവും. ഓക്കെ, ഇതെല്ലാത്തതും 1-2 ഉണ്ട്, എന്നാൽ ഇതാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു 4 എന്താണ് അപരനാമങ്ങളാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ചൂടെ തന്നിട്ടുള്ള നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നീതി ആയോഗിനെ പറ്റി എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കുറച്ച് ഐഡിയ വേണം. ശരിക്കും നീതി ആയോഗ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സർക്കാരിൻ്റെ പങ്കാളിത്തം വ്യവസായ സേവന മേഖലയിൽ കുറക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നീതി ആയോഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് മധ്യവർഗത്തിന് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നിങ്ങൾ, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ഓക്കെ, അതാണ് തെറ്റ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ രണ്ടാമത്തതോ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. കറക്റ്റാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ 2ഉം 3 ഇതിൽ ആൻസർ കേട്ടോ. 2ഉം 3 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് നോക്കണേ. നീതി ആയോഗിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്ത ഇയർ വിത്ത് ഡേറ്റ് കേട്ടോ. വിത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട്. ഏതാ നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തത്? 1 ജനുവരി 2015. ഓക്കെ, 1 ജനുവരി 2015 ഓർത്ത് നോക്കണേ. ഡേറ്റ് വിത്ത് ഡേറ്റ് ആണ് ചോദിക്കാറുള്ളത് എപ്പോഴും. ഇനി നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ അപ്പോൾ നരേന്ദ്രമോദിയാണ്. ഇനി ഇപ്പോഴുള്ള വൈസ് ചെയർമാൻ, ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ടൈമിലുള്ള വൈസ് ചെയർമാൻ VC എന്ന് പറയുന്ന ആരാണ്? സുമൻ ബെറിയാണ്. അതേപോലെ ഇപ്പോഴുള്ള CEO BVR സുബ്രഹ്മണ്യമാണ്. ഇത് 2 കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് മാറുന്ന ടൈമിൽ നിങ്ങൾ മാറ്റി പഠിച്ചോണം. പക്ഷേങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? വൈസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും CEOയും ചോദിക്കാറുണ്ട് പലപ്പോഴും. അതേപോലെ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ചെയർപേഴ്സൺ പ്രധാനമന്ത്രി ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെച്ചോണം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഒന്ന്, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. അത് കറക്റ്റാണ്. എന്നെന്താ? വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. ഒരിക്കലില്ല. ഗാന്ധിജി എന്നുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരിക്കലും എന്തില്ല, ഈ കമ്പനി, കോർപ്പറേഷൻ, വൻകിട വ്യവസായം ഇവയൊന്നും അതിൽ വരില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഗാന്ധിജിയുടെ ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷികം, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വയം തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി 3ാമത്തത്, സ്വയം പര്യാപ്തവും ശാശ്വതമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. സോ ഇതിലേതൊക്കെയാണ് വരിക? 1ഉം 3ഉം ആണ് ഇതിൽ ആൻസർ കേട്ടോ. 1ഉം 3 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് ഈ പറയുന്നത് കേട്ടോ. ഗാന്ധിജിയുടെ വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വേറെ തന്നെ. ഇത് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത, ഗാന്ധിജിയായിട്ട് ഓർമ്മിക്കേണ്ട സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ്. മറന്നു വരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗാന്ധിജിയാണ് അതിൻ്റെ ആൻസർ, മറന്നുപോയത്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ഈ ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം ഗാന്ധിജി ഏത് ബുക്കിലൂടെയാണ് പുറത്തു വരുന്നത്? ഹിന്ദ് സ്വരാജ് കേട്ടോ. 1909 ഗാന്ധിജി പുറത്തേക്കിയ ഒരു ബുക്ക് എന്നത് ഹിന്ദ് സ്വരാജ്. ആ ഹിന്ദ് സ്വരാജിലാണ് ഈ ആശയങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ ബുക്കാണെന്നുള്ള ഓർത്തൊക്കെ. ഈ ഡേറ്റും ഇയറും ഓർത്തൊക്കുന്നത് നല്ലതാണ്, റെയർ ആണെങ്കിലും നല്ലതാണ് നിങ്ങൾക്കൊന്ന് ഓർത്തൊക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 15 ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്ന് ചോദിക്കുന്നത് കണ്ടോ. ഇതിൽ തന്നെ മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് വന്ന്, അപ്പോൾ ശരിയാണെന്നുള്ള നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി. പിന്നെ ചാണക്യൻ്റെ ബുക്കാണ് ഏത്? അർത്ഥശാസ്ത്രം. അമർത്യ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യ സെന്നിൻ്റെ ഒരു ആശയമാണ് കേട്ടോ, അമർത്യ സെന്നുമായിട്ട് വരുന്നത്. ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം തമ്മിൽ എന്ത് ചെയ്തില്ല? ബന്ധമില്ല. മിച്ച മൂല്യം എന്നുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നത് കാൾ മാർക്സ് ഒക്കെ ആണല്ലോ. ദാദാഭായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ട ഏതാ സിദ്ധാന്തം വരുന്നത്? ദാദാഭായ് നവറോജി, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു PSC കാരൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാനാണ്. ദാദാഭായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാ? ചോർച്ച സിദ്ധാന്തം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിക്കാറുണ്ട് ഏത്? ദാദാഭായ് നവറോജി. അതേ ഏത് ബുക്കിലാണ് ഇത് കൊണ്ടുവരുന്നത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ 2 ഫാക്റ്റുകൾ ഒത്തിരിയോ പ്രാവശ്യം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്,
ഈ 2 ഫാക്റ്റും. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും അത് ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ആരുടെ ബുക്കാണെന്ന് ചോദിക്കാറുണ്ട്, ദാദാഭായ് നവറോജി. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന 2 പേരുകൾ എന്താ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അതേപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. ഇനി ഇതിൽ ഒന്നോർത്ത് കണ്ടത് മൂലധനം. ഇതിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. മൂലധനം എന്നുള്ള ബുക്ക് ദാസ് ക്യാപിറ്റൽ ആരുടെ? കാൾ മാക്സ് കേട്ടോ. കാൾ മാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. കാൾ മാക്സിൻ്റെ ബുക്കാണ് ഏത്? മൂലധനം അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ. ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളത് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഇതൊന്നും വേണ്ട, ഇതൊക്കെ കറണ്ട് അഫയേഴ്സൊക്കെ ഇപ്പം ഏകദേശം നിങ്ങൾ അടുത്ത എക്സാം എഴുതുമ്പോഴേക്കും ഇതെന്തായിട്ടുണ്ടാവും? ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. പത്മ സുബ്രഹ്മണ്യമാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യണ്ട, നോക്കണ്ട. അടുത്തത് വരുന്നത് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇനി അടുത്തത് 17 ചുവടെ തന്നിട്ടുള്ള ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇതൊന്നുമില്ല, SCERT 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് കേട്ടോ. കറക്റ്റ് സോഷ്യൽ സയൻസിൽ അതേ പോയിന്റുകൾ എടുത്തിട്ടാണ്. നിങ്ങൾ താഴെ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ പോയിന്റ് എന്താ? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെ സഹായിക്കുന്നു. ശരിയാ. മൂലധനം വെച്ചാൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അവിടെ വർക്കാവില്ല. രണ്ടാമത്തതോ? മൂലധന തൊഴിലാളികളുടെ ഉൽപാദന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കും. വളരെ ശരിയായിട്ടുള്ള സാധനം. ഇനി മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്. അപ്പോൾ 1, 2 ഇതിൽ ശരി. ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. മൂലധനത്തിൻ്റെ SCERT ക്ലിപ്പിംഗ്സ് ഇതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഉൽപാദന ഘടകങ്ങളിൽ 4 ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങളുള്ളത്. അതിൽ വരുന്നതാണ് ഇതൊക്കെ: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ആ 4 എണ്ണത്തിലെ ഒന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത്? മൂലധനം. ആ 7ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ 4 വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ആ ബുക്കിൻ്റെ ഒരു ഭാഗമാണ്. മൂലധനത്തിൻ്റെ സവിശേഷതകൾ നോക്കി. ഒന്നാമത്തെ പോയിന്റ് എടുത്ത് നോക്കി നിങ്ങൾ. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെ സഹായിക്കുന്നു. കറക്റ്റ് 7ാം ക്ലാസ്സിൽ ആ പാഠത്തു നിന്ന് വന്നതാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപാദന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഓക്കെ, മൂലധനം ചലനാത്മകമാണ്. ഇനി അടുത്ത് നോക്കിയാൽ എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശയാണ് കേട്ടോ. പലിശ അവിടെ അതാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. എവിടെ അവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? ലാഭം എന്നുള്ളതാണ്. പക്ഷേ എന്താണ്? മൂലധനത്തിന് പലിശയാണ് എന്ത്? പ്രതിഫലം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ ഓർത്ത് നോക്കുക. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ള ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണെന്ന്? 3 പേരും ആയിട്ടുണ്ട് കേട്ടോ. 3 പേരും ധനകാര്യ മന്ത്രിമാരായിട്ടുണ്ട്. 1, 2, 3 ആണ് ആൻസർ. ഓക്കെ, ഫുള്ളായിട്ടും ആൻസറായിട്ട് വരുന്നുണ്ട്. നോർമലി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും അത്രയൊന്നും എന്ത് ചെയ്യില്ല, ഈ ടൈപ്പ് കാണലില്ല. പക്ഷേ ഒന്ന് ഓർത്ത് വെക്കുന്നല്ല. കാരണം നിർമ്മലാ സീതാരാമൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. പിന്നെ മൊറാർജി ദേശായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചരൺ സിംഗിലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ആരെ മറന്നാലും നിങ്ങൾ ആരുടെ മറക്കരുത്? മൻമോഹൻ സിംഗിനെ മറക്കരുത് കേട്ടോ. കാരണം പുത്തൻ സാമ്പത്തിക നയം 1991 നിങ്ങൾക്കറിയാം LPG എന്ന് വെച്ചാൽ എന്താ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് പുത്തൻ സാമ്പത്തിക നയം വരുന്ന സമയത്ത് ധനകാര്യമന്ത്രി ആരായിരുന്നു? ധനകാര്യമന്ത്രി ഈ മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ എന്ത് ചെയ്യുന്നത് മറക്കരുത്. അത് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ചൂടെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയല്ല? ഒന്നാമത്തെ നോക്കാം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെയാണ്. ശരിയാ. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ ചോദിക്കാറുണ്ട്, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിൽ 3ാം സ്ഥാനമാണുള്ളത്. അത് കറക്റ്റാട്ടോ. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. അത് തെറ്റാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് ഏതാ? കോട്ടൺ ആണ്. കോട്ടൺ. അപ്പോൾ 1, 2 ഇതിൽ ശരി. ഓപ്ഷൻ എ ആണ്. റെഡി. ചണനാരിന് വേറെ ഒരു പേരുണ്ട് കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നതാണ് ചണനാര്. അത് ഞാൻ അടിയിൽ പറയുന്നുണ്ട്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കപ്പെടുന്ന ഏതാ? പരുത്തി. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് പരുത്തി, യൂണിവേഴ്സൽ ഫൈബർ. അതേപോലെ ഗോൾഡൻ ഫൈബർ, സുവർണ്ണ നാരി എന്നറിയപ്പെടുന്ന ഏതാ? ചണം. ചാക്കുനൂലൊക്കെ ഉള്ള ചണയില്ല, ചാക്കുനൂലൊക്കെ ഉണ്ടാക്കുന്ന ചണം, അതാണ് സുവർണ്ണ നാരി. അത് കളറിൽ തന്നെ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാം. ഇല്ല, ഒരു ഗോൾഡൻ കളറില്ല ചാക്കുനൂലിന്, ചണത്തിൻ്റെ നൂലിനൊക്കെ വരുന്നത്. ഇനി ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പോൾ പരുത്തി നമ്മളെന്ത് പറഞ്ഞു? പരുത്തി ഓർത്ത് വെക്കാൻ ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചാൽ യൂണിവേഴ്സൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് യൂണിഫോം എന്നാക്കിയാൽ മതി. നോർമലി യൂണിഫോമൊക്കെ തയ്പ്പിക്കാൻ നമ്മൾ പറയും എന്താ? പരുത്തി, കോട്ടൺ തുണി കൊണ്ടായിരിക്കണം എന്ന് പറയാം അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ കോട്ടൺ എന്നുള്ളത് എന്ത് ചെയ്യും? ഒരു കണക്ഷൻ അവിടെ കിട്ടും. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇനി ജോവറ, ബജ്ര, റാഗി എന്നിവയാണ് തിനവിളകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു കൊടുത്തത്. ജോവർ, ബജ്ര, റാഗി എന്നറിയപ്പെടുന്ന
തിനവിളകളിൽ പെടുന്നത് പെടാത്തതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജോവർ, ബജറ, റാഗി. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 73ാം ഭരണഘടനാ ഭേദഗതി കേട്ടോ. 73. ഇതിൽ 73 അല്ല, 91 കേട്ടോ. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തത് 91ാമത്തെ ഭരണഘടനാ ഭേദഗതി. 73 പഞ്ചായത്ത് രാജാണ്, ജസ്റ്റ് മാറിയതാണ്. 91ാമത്തെ ഭരണഘടനാ ഭേദഗതി. ക്ലിയർ? ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവുക ഏതായിരിക്കും? 42ാം ഭേദഗതി ആയിരിക്കും. 1976 നിലവിൽ വന്ന 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി. അപ്പോൾ 42ാം ഭേദഗതിയുടെ ചില പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 42ാം ഭരണഘടനയുടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഇനി ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണ് ഇത്, സ്വരൺ സിംഗ് കമ്മിറ്റി. അതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി? 5 സബ്ജക്റ്റുകൾ എടുത്തിട്ട് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് എടുത്ത് മാറ്റി 5 സബ്ജക്റ്റ്. വിദ്യാഭ്യാസം, ഇപ്പോൾ ഇത് കൺകറൻറ്റ് ലിസ്റ്റിലാണുള്ളത്. വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഈ 5 പഠിച്ചു നോക്കണം കേട്ടോ. കാരണം ഇതിൽ മിക്കവാറും പ്രത്യേകിച്ച് വനം, അതേപോലെ വിദ്യാഭ്യാസം, ഇത് രണ്ടും എടുത്തിട്ട് ചോദിക്കാറുണ്ട് ഇത് ഏത് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ ഇത് കറണ്ട് ലിസ്റ്റിലാണ്, കൺകറൻറ്റ് ലിസ്റ്റിലാണ്. കറണ്ടല്ല, കൺകറൻറ്റ് കേട്ടോ, മാറിപ്പോയതാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. മറന്നു പോയിട്ട് 42. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയാണ്? 92ലാണ് നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഈ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് വരുന്നത് 11ാമത്തെ പട്ടികയിലാണ്. ഇപ്പോൾ 11ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാ? 73ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? 11ാം പട്ടിക കൂട്ടി ചേർക്കപ്പെട്ടത്. ഓക്കെ. അപ്പോൾ 91ാം ഭേദഗതി ഏതായിരുന്നു? 91ാം ഭേദഗതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? 15% കൂടാൻ പാടില്ല. ഇത് മന്ത്രിമാരുടെ എണ്ണം. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. മന്ത്രിമാരുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഇത് 91ാം ഭരണഘടനാ ഭേദഗതി. 52 അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഓക്കെ, ഇത്രയാണ് 20 പേരുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് 21 മുതൽ എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.